ജിമ്മി അടിച്ചു. ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല. അത്ര പ്രശ്നങ്ങളാണ്, വീട്ടിൽ പ്രശ്നങ്ങളാണ്. അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. കോട്ടയം ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോൾ അവരുടെ 2 കുഞ്ഞു കുട്ടികളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് നിമ്മി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. നിമ്മിയുടെ കൈകളും ചൂണ്ടുന്നത് ജിസ്മോളുടെ ഭർത്താവിന് നേരെയും ജിസ്മോളുടെ അമ്മായിയമ്മയ്ക്ക് നേരെയുമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. ജിസ്മോളെ പേഴ്സണലി അറിയാവുന്ന എല്ലാ ആളുകളും അവരുടെയും ആ കുട്ടികളുടെയും മരണത്തിന് കാരണക്കാരായി കാണുന്നത് ജിസ്മോളുടെ ഭർത്താവിനെയും അമ്മായിയമ്മയും തന്നെയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു സമയം ഞാനൊന്ന് ചിന്തിച്ചു, അതായത് ഇനി ജിസ്മോൾക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാരണം ഈ ഒരു മരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരാളോടും ജിസ്മോൾക്ക് അത് പറയാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ജിസ്മോളെ അറിയാവുന്ന എല്ലാവരും പറയുന്നു വളരെ നല്ല ഒരു സ്വഭാവ ഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു ജിസ്മോൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു സംശയം ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് നാട്ടുകാരും ജിസ്മോളെ വളരെ അടുത്തറിയാവുന്ന, അതായത് ഇപ്പോൾ ജിസ്മോളുടെ കൂട്ടുകാർ തന്നെ വരുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അതും അവർക്ക് പറയാനായിട്ട് ഓരോരോ കാരണങ്ങളുണ്ട്. ജിസ്മോൾ തന്നെ പറഞ്ഞ ആ ഒരു കുടുംബത്തിൽ നിന്ന് നേരിട്ട ഒരുപാട് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ജിസ്മോളുടെ അടുത്ത സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഇത് കാണിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു സംശയം, ഇത്രയും തെളിവുകൾ ഇത്രയും ആളുകൾ മാധ്യമങ്ങൾ വഴിയൊക്കെ വന്ന് അവരോട് ജിസ്മോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതുവരെയായിട്ടും പോലീസ്, ഞാൻ ഈ നിമിഷം വരെ, ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല ജിസ്മോളുടെ ഭർത്താവിനെയും അമ്മായിയമ്മയും പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു ഒന്നും കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസുകാർ ഇത്രയും ലേറ്റ് ആക്കുന്നത്? എന്തുകൊണ്ട്? എന്തോരം ആളുകൾ പറയുന്നു. ഇപ്പൊ ഈ നിമ്മി പറയുന്നതൊക്കെ തന്നെ ഒരു സാക്ഷിയാക്കാം നിമ്മിയൊക്കെ. നിങ്ങൾ എന്തായാലും അവർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. എന്നോടൊപ്പം ജിസ്മോളുടെ അടുത്ത സുഹൃത്തായ നിളയാണുള്ളത്. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ജിസ്മോൾ പങ്കുവെക്കാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട്. അവൾ 2009 തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം എല്ലാം പറഞ്ഞിരുന്നു. കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും. കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ്. അപ്പോൾ കുഞ്ഞ് മൂത്ത മോള് ജനിച്ചിട്ടുണ്ട്. മൂത്ത മോൾക്ക് പാല് കുടിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു ദിവസം ഞാൻ പുറത്താണ്, എബ്രോഡാണ്. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു അവളടുത്ത്, എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവൾ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും, അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, കല്യാണം കഴിച്ച് ഒരു നാറി ആ ഒരു ജിസ്മോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോ അവന്റെ അമ്മയോ ആ ഒരു സ്ത്രീയോട് പറയുകയാണ്, നീ പോയിക്കോ, നിന്നെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, നിന്റെ കുഞ്ഞിനെ, എൻ്റെ മകനെ, നിന്നിലുണ്ടായ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, നീ പൊക്കോളാൻ. പിന്നെ എന്തിനാടാ പരതാറി നീ ആ സ്ത്രീയെ കല്യാണം കഴിച്ചത്? എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു മാപ്പ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, വേറൊന്നും കൊണ്ടല്ല. നിമ്മി എന്നല്ല അവരുടെ പേര്, നിങ്ങൾ കേട്ടല്ലോ, ഞാൻ പേര് പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക എല്ലാവരും. എന്താണെങ്കിലും ജിസ്മോളുടെ അടുത്ത സുഹൃത്ത് അവർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. നീള പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. കല്യാണം കഴിച്ച് കൊണ്ടുപോയതാ, എന്നിട്ട് ഇറക്കി വിട്ടു, നീ പൊക്കോ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, കുഞ്ഞിനെ മതി ഞങ്ങൾക്ക്. എന്തിന് പിന്നെ നീ കെട്ടി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിന്റെ പേരും പറഞ്ഞ ആ സ്ത്രീയെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്? അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ട്, അഡ്വക്കേറ്റ് ആയിട്ടുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, ജനങ്ങളോട് എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് എന്തിന് ഇവരിങ്ങനെ കാണിച്ചു? ബാക്കി കേക്ക്. അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന്. അത് അച്ചായി അങ്ങനെ വിളിക്കും, ഏട്ടായി വിളിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നം സോൾവ് ആകും, പക്ഷെ കുറച്ച് സമയം വേണം. ഈ കുറച്ച് സമയമെടുത്ത് മാറുന്നൊരു പ്രശ്നം അതെന്തായിരുന്നു? ഇപ്പോ ഈ ഒരു വിഷയത്തിൽ ഇപ്പോ നമ്മുടെ നീള പറയുന്ന കേട്ടപ്പോഴത്തേക്ക് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഭർത്താവ് ജിമ്മി വിളിക്കുമായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു പ്രശ്നത്തിൽ അത് ജിമ്മിയും ഈ ഒരു ജിസ്മോളുമായിട്ടുള്ളതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവൻ വിളിക്കില്ലായിരുന്നു. ചിലപ്പോൾ ഈ അമ്മായിയമ്മ ജിമ്മിയുടെ ഹസ്ബൻഡും ഈ നമ്മുടെ ജിസ്മോളുമായിട്ടുള്ളതായിരിക്കാം. അതായത് സ്ഥിരം ഒരു അമ്മായിയമ്മ പോലെ ഇറക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ജിസ്മോളുടെയും ആ കുട്ടികളുടെയും മൃതദേഹം വന്നപ്പോൾ അവിടെ മറ്റേ കരഞ്ഞുകൂവി നിലത്തോട്ടൊക്കെ വീഴുന്ന ആ ഒരു സ്ത്രീ, അഭിനയ കുലപതി. എന്താണെങ്കിലും ബാക്കിയും കൂടെ ഒന്ന് കേൾക്കുക. പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട്
ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾ കരയുകയാണ്. അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾ, വീട്, അമ്മായിച്ചന് സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അമ്മായിമ്മ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട്, ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ, എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ. അത് ചേച്ചി അവർ ഭയങ്കര ഇതാണ്, എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല, പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും. അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത്, എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ജിമ്മി ഭയങ്കര അത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക ഒരു മാടമ്പി സ്വഭാവമാണ്. ജിമ്മി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു, ഭയങ്കര നിലവിളി. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ. അപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ, നീ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല, അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോ തിരുവനന്തപുരത്ത് വാ, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇവിടോട്ട് പോകും. അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ വിടത്തൊന്നും ഇല്ലെന്നറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ, ഞങ്ങളെ കൂട്ടത്തിൽ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ജിമ്മി. ഒന്ന് ആലോചിക്കണം നിങ്ങൾ, ജിസ്മോളുടെ വളരെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള സുഹൃത്തിനോട് പോലും ഈ ഒരു ജിമ്മി സംസാരിക്കുകയോ അവരുടെ കൂടെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ പോട്ടെ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ പരനാറി ആ ഒരു സ്ത്രീയെ രാവിലെ തല്ലുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ മറ്റേ നടയടി കൊടുക്കുന്ന കണക്കാ. രാവിലെ അവൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ 2 തല്ല്, എന്നിട്ട് അവൻ പണിക്ക് പോകും. അത്രയ്ക്ക് നല്ലൊരു സുന്ദരനായിരുന്നു. ഇനി അത് പോട്ടെ, അവരുടെ ആ ഒരു അമ്മായിയമ്മ, അമ്മായിയമ്മേ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് കെട്ടിയോടെന്ന് പറഞ്ഞ ഒരുത്തനില്ലേ ആ വീട്ടില്, അവനെ നിങ്ങൾക്ക് നോക്കിക്കൂടെ? അല്ലാതെ അവനെയും ഈ ഒരു ജിസ്മോളുടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ലണ്ടനിലേക്ക് ഉണ്ടാക്കിയത് എന്തിന്റെ അർത്ഥം കൊണ്ട്, എന്ത് കാരണത്താലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മകൾ അവിടെ കാണും, മകൾക്ക് കുഞ്ഞുങ്ങളെ കാണും, അവരെ നോക്കാൻ പോയതാണ്. പക്ഷെ ആ പോകുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു, നിങ്ങൾക്കൊരു കെട്ടിയോനുണ്ട്, അയാളെ അങ്ങനെ തന്നെ പറയാം, അവനാണെങ്കിലും അയാളാണെങ്കിലും ആ ടീമിനെ എന്തിനാണ് സ്വന്തം മരുമോളുടെ തലയിലോട്ട് എടുത്ത് വെച്ച്? ഒന്നാമത് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നോക്കിക്കോട്ടെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ കെട്ടിയാലങ്ങളെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോയതിന്റെ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ടല്ലേ? കൊള്ളാം, സാധനം കൊള്ളാം. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞത് ഈ ആദ്യത്തെ ആ ഒരു വഴക്കിന് ചിലപ്പോ ഈ ജിമ്മി അവൻ കാരണമായിരിക്കില്ല. എങ്കിൽ പോലും സ്വന്തം തള്ള പറഞ്ഞപ്പോ ഭാര്യ ഇറക്കി വരുന്ന പരനാറിയൊക്കെ പെടലിക്കടിച്ച് പൊട്ടിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീയാണോ കെട്ടിയത്, നിന്റെ അമ്മയാണോ അല്ലെങ്കിൽ നിന്റെ അച്ഛനാണോ ആ സ്ത്രീയെ കെട്ടിയത്? അതേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. ബാക്കി എന്തായാലും നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ്. അപ്പോൾ ഇവൾ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല, എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നീ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു 3 മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവ് ആയി. പിന്നീട് ഞാൻ കാണുന്നത് ഈ 2024 നവംബറിലാണ്. അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ്. അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാരുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും, എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും, അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട്. അപ്പം ഇവള് 24 എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ 24 ഞാൻ അങ്ങോട്ട് വരുന്നു, എനിക്കിതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു. ഇവളുടെ വളരെ സ്മാർട്ടാണ് ആൾ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ IAS-കാരോടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണെന്ന് ആലോചിക്കുന്നു. അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പം മേലിലോട്ട് അങ്ങ് പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള ജിമ്മിയാണ്. നീ കാണുന്നുണ്ടെങ്കിൽ നിന്നോട് ഒറ്റ ചോദ്യം, നീ എന്തിനാ കെട്ടിയത്? നിനക്കൊരു കാര്യം, അവളുടെ ജോലിക്കാര്യത്തിന് പോലും ആ കുട്ടി അവരുടെ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാരെ ആയിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം കെട്ടിയ നീയൊക്കെ കെട്ടിയോനാണോ? ആ 2 കുഞ്ഞുങ്ങളെ അതിന് മാത്രം നിന്നെ കൊള്ളത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഭാര്യയെ സ്നേഹിക്കാനോ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ ഒന്നും ഇതിനെ പോലുള്ള പരനാറികൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെളിഞ്ഞല്ലോ. ആ സുഹൃത്ത് തന്നെ വന്ന് പറഞ്ഞു അവനെ കൊണ്ടൊരു ഗുണവും ഇല്ല, അവനൊരു കാര്യം ചെയ്തു കൊടുക്കത്തില്ല അവൾക്ക്, അവനാകെ ഒരു പരിപാടിക്ക് മാത്രമേ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. എനിക്ക് ആ സ്ത്രീയുടെ മുഖമാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നത്. ഈ ജിമ്മി എന്ന് പറയുന്നവന്റെ അമ്മയുടെ, ഇന്നലെ അവിടെ കരഞ്ഞു പോയി കിടക്കുന്നത്. അവരെ പറ്റിയൊക്കെ ഞാനല്ല ഈ പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ. അവരെ അറിയാവുന്ന, ജിമ്മിയെയും ഈ ഒരു ജിസ്മോളെയും ഒക്കെ അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ ജിസ്മോള് പറഞ്ഞ കാര്യങ്ങൾ കേട്ട സുഹൃത്തുക്കളൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്.
എന്നിട്ടും എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും താമസിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കാണാം. ഈ സാമ്പത്തികമായൊക്കെ ഒരുപാട് ഉയർച്ച നിൽക്കുന്ന കുടുംബമാണ്, എന്നിട്ടും ജിസ്മോൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്ലേ? കഷ്ടപ്പെടുന്നു ജോലിക്ക് വേണ്ടി. അങ്ങ് എന്ത് പറയാ, അവൾക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലാണ് പെരുമാറ്റം. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അപ്പം അലട്ടിയിരുന്നു. ശരിക്കും അലട്ടിയിരുന്നു. പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണെന്ന്. കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ SBIയിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത്രയൊക്കെ വലിയ വീട്ടിൽ നിന്ന് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം ഒരു പരിധിയിൽ കൂടുതൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കൂട്ടുകാരിയോട്. അത് എത്രയാന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് മനസ്സിൽ താങ്ങും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിരിക്കണമെന്നില്ല. സാമ്പത്തികമായിട്ട് അവരനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട്, അവളാണെങ്കിലും അത്യാവശ്യം ജിസ്മോൾ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരു കുടുംബത്തിലാണ്. കാരണം അവരുടെ ഫാമിലിയൊക്കെ പുറത്താണ്, ലൈക്ക് ജിസ്മോളുടെ അച്ഛനും ആങ്ങളെയൊക്കെ. അതെല്ലാം പോട്ടെ, ഈ ഒരു പരനാറിയുടെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ജിമ്മി എന്ന് പറയുന്നവന്റെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവന് ജോലിയുണ്ട്, കൂടാതെ 5-6 വണ്ടികൾ കിടപ്പുണ്ട്, റെന്റിന് കൊടുക്കുന്ന, ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആ സ്ത്രീ ഒരു ജോലിക്ക് ഓടി നടന്നിരുന്നു. കാരണം എനിക്ക് അതിനകത്തൊന്നും മനസ്സിലായത്, ഇവൻ അവരുടെ കാര്യത്തിന് വേണ്ടിയുള്ള പൈസ ഒന്നും കൊടുക്കത്തില്ലായിരുന്നായിരിക്കും ആ സ്ത്രീക്ക്. മനസ്സിലായില്ലേ? ആ വീട്ടിൽ തിന്നു കുളിച്ച് അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ കിടന്നോണം. അതല്ലാതെ ആ സ്ത്രീക്ക് ഒരു 10 പൈസ അവരുടെ കാണില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു ജോലിക്ക് വേണ്ടി ഓടി നടന്നിരുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് അവർ ബുദ്ധിമുട്ടി കാണും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ 10 പൈസ അവളുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, ഒരു സാരി മേടിക്കാം. ഇത് ഈ പരനാറിയുടെയൊക്കെ ഇവന്റെയൊക്കെ കുണം കണ്ടല്ലോ, തല്ലുക പിടിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരുത്തൻ എന്ത് കൊടുക്കാനായിരിക്കും ആ സ്ത്രീക്ക്? ഒന്നും കൊടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടായിരിക്കും അവരൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നത്. ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരോടും സിസ്റ്റർമാരോടും പെങ്ങന്മാരെ, നിങ്ങൾ ഒരാളും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്കായിട്ടൊരു ജോലി എന്നും നിങ്ങളുടെ കയ്യിൽ വേണം. അതാണ് നിങ്ങൾക്ക് സുരക്ഷ. അത് മാത്രമാണ് നിങ്ങളുടെ ഒരു സുരക്ഷാ കവചം. ബാക്കി കാണാം. അപ്പോൾ ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുകയാണ്. വളരെ അരോഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല, നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവൾ പറഞ്ഞു, മരുന്ന് നിന്നെടുത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത്, കേൾക്കുന്നേ ഇല്ല. പക്ഷെ ഒരു അവസാനം ജിമ്മി ചോദിച്ചു, മരുന്ന് എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്നടുത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, ഇതെന്താ ഇവന് കുഞ്ഞുങ്ങളുടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി. തന്നെ അവൾ 6 മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ ഇറങ്ങി. ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ജിസ്മോള്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ ഫ്രണ്ടിനോട് അവൾക്ക് പറയാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് അവൾ അങ്ങ് പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജിസ്മോളുടെ ഭർത്താവ്, അവന് സ്വന്തം കുഞ്ഞുങ്ങളുടെ മരുന്ന് എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. മരുന്നോ ആ കുഞ്ഞുങ്ങളുടെ പേര് അവൻ അറിയാവുന്നൊന്ന് ചോദിച്ചു നോക്കണം നമ്മൾ. ചിലപ്പോൾ അതും അവനെ ഓർമ്മ കാണത്തില്ല. ഒരു മാടമ്പി സ്വഭാവം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എൻ്റെ വായിൽ വേറെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇവനെ പോലുള്ള കുറെ പരനാറികളെ ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ വീണ്ടും ഓരോരുത്തന്മാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കേസ് അത് പ്രോപ്പറായിട്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഇടപെട്ട് ഇവരെ പോലുള്ളവർക്ക് പ്രോപ്പറായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലുള്ള കുറെ മണ്ടന്മാർ ഇവിടെ ഉണ്ടെങ്കിലും അവന്മാർക്ക് ചിലപ്പോൾ ഒരു മാറ്റം വരും. അയ്യോ പണി കിട്ടുമല്ലോ ഞങ്ങൾക്ക് എന്നുള്ളൊരു പേടി വരും. ഇത് പ്രോപ്പറായിട്ട് ഇവന്മാരെ ഒന്നും ശിക്ഷിക്കുന്നില്ല. ആ ഷൈനിയുടെ കേസ് നോക്ക്, ആ കെട്ടി വന്നേ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി പാട്ടും പാടി നടപ്പുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഓരോ ഷൈനിമാരും ജിസ്മോൾമാരും ഒക്കെ ഉണ്ടാവുന്നത്. പോലീസുകാർ ദൈവത്തെ ഓർത്ത് ഇതിനകത്ത് നല്ല രീതിയിൽ ഇടപെടുക, ആ ഒരു സ്ത്രീക്ക് നീതി മേടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്ത് സഹായിക്കുക.